അസ്സലാമു അലൈക്കും. സഹോദരങ്ങളെ, മൈത്രേയൻ എന്ന് പറയുന്ന ഒരു വ്യക്തി, അദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോ വളരെ വൈറലാകുന്നുണ്ട്. അതിൽ അദ്ദേഹം പറയുന്നത് മനുഷ്യന് ഉപകാരപ്പെടുന്ന രീതിയിലുള്ള ഖുർആനിലെ ഒരു വാക്യം കാണിക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത്. ഒറ്റൊരു വാക്യം. അദ്ദേഹം പറയുന്ന ആ ചോദ്യം ഒന്ന് കേൾക്കാം. ഞാൻ എന്തായാലും ഈ നാട്ടിലുള്ള സകല സാധനവും വായിച്ചിട്ടുള്ള ഒരുത്തനാ. അതുകൊണ്ട് അതിനെപ്പറ്റി ഒന്ന് പറയണ്ട. ആരാധിക്കാൻ പഠിപ്പിക്കുന്നുണ്ടോ? ഒരു വരി ഈ ഖുർആനകത്തെ നാട്ടുകാർക്ക് കൊള്ളാന്ന് ഒരു വരി പറ. കീഴടങ്ങാനല്ലാത്ത ഒരു വരി. നിന്നെ പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കണം എന്ന് യേശു ക്രിസ്തു പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്ന തരത്തിൽ കൊള്ളാവുന്ന ഒരു വരി പറ. ഒരെണ്ണം പറ. കേട്ടല്ലോ. അപ്പോൾ ഇവിടെ ഈ സുഹൃത്ത് മൈത്രേയന് വേണ്ടിയിട്ട് ഞാൻ ഒരു വാക്കല്ല, ഖുർആനിലുള്ള ഒരു വാക്കല്ല, ഞാൻ നിങ്ങൾക്ക് വേണ്ടി 100 വാക്ക്, ഖുർആനിലുള്ള 100 ആയത്തുകൾ, 100 സന്ദേശങ്ങൾ, അത് നിങ്ങൾക്ക് ഞാൻ വെറും 5 മിനിറ്റിൽ വായിച്ചു കേൾപ്പിക്കാം. 100 എണ്ണം. നിങ്ങൾ ഒന്നല്ല ചോദിച്ചത്, ഒരു പൂവ് ചോദിച്ചു ഒരു പൂന്തോട്ടം നൽകിയെന്ന് കേട്ടിട്ടില്ലേ? അതിനെ പ്രാവർത്തികമാക്കുന്ന രീതിയിലാണ് ഞാൻ ഈ 100 വാക്യങ്ങൾ വെറും 5 മിനിറ്റിൽ നിങ്ങളുടെ മുൻപിൽ അവതരിപ്പിക്കുന്നത്. നമുക്ക് ഖുർആൻ വാക്യത്തിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് വായന തുടങ്ങാം. വായന തുടങ്ങും മുമ്പ് മനസ്സിലാക്കേണ്ടത്, ഇവിടെ 1, 2, 3 എന്ന് പറഞ്ഞു കൊടുത്തിരിക്കുന്നത് സീരിയൽ നമ്പറാണ്. ഇത് ഖുർആന്റെ നമ്പർ അല്ല. വലതു ഭാഗത്ത് ഖുർആൻ 28-88 എന്ന് പറയുമ്പോൾ 28ാമത്തെ ചാപ്റ്റർ, 28ാമത്തെ സൂറത്തിലെ 88ാമത്തെ വാക്യം, 31ാമത്തെ സൂറത്തിലെ 17ാമത്തെ വാക്യം. അപ്പോൾ ഖുർആന്റെ ആയത്ത് നമ്പറും അതിന്റെ സൂറ നമ്പറും ചാപ്റ്റർ നമ്പറും വലതു ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. അത് ഞാൻ വായിക്കുന്നില്ല. ഇടതു ഭാഗത്തുള്ള സീരിയൽ നമ്പറും വായിക്കുന്നില്ല. ഖുർആൻ വാക്യങ്ങൾ മാത്രമാണ് വായിക്കുന്നത്. നമുക്ക് വായന തുടങ്ങാം. ദൈവത്തിന് പുറമെ മറ്റാരോടും നിങ്ങൾ പ്രാർത്ഥിക്കരുത്. നന്മ കൽപ്പിക്കണം, തിന്മ വിരോധിക്കണം. എത്ര പ്രതികൂലമായാലും സത്യമേ പറയാവൂ. അതിഥികളെ സൽക്കരിക്കണം, മറ്റുള്ളവരെ പരിഹസിക്കരുത്. അസൂയ അരുത്. ചാരവൃത്തിയും ഒളിഞ്ഞു കേൾക്കലും അരുത്. കള്ളസാക്ഷി പറയരുത്. മദ്യം കഴിക്കരുത്. സംസാരിക്കുമ്പോൾ ശബ്ദം താഴ്ത്തണം. പരുഷമായി സംസാരിക്കരുത്. ആളുകളോട് സൗമ്യമായ വാക്കുകൾ പറയണം. ഭൂമിയിൽ വിനയത്തോടെ നടക്കണം. നടത്തത്തിൽ അഹന്ത അരുത്. അഹങ്കാരം അരുത്. അനാവശ്യ കാര്യങ്ങളിൽ മുഴുകരുത്. മറ്റൊരാളുടെ തെറ്റുകൾ കഴിയുന്നത്ര മാപ്പ് ചെയ്യണം. മറ്റുള്ളവരോട് ഔദാര്യത്തോടെ പെരുമാറണം. പരദൂഷണം പറയരുത്. പാവങ്ങൾക്ക് ഭക്ഷണം നൽകാൻ പ്രേരിപ്പിക്കണം. അനാഥകളെ സംരക്ഷിക്കണം. ചോദിച്ചു വരുന്നവരെ ആട്ടിക്കളയരുത്. വിഷമിക്കുന്നവരെ കണ്ടെത്തി സഹായിക്കണം. ചെയ്ത ഉപകാരം എടുത്തു പറയരുത്. വിശ്വസിച്ചേൽപ്പിച്ച വസ്തുക്കൾ തിരിച്ചേൽപ്പിക്കണം. കരാർ ലംഘിക്കരുത്. തിന്മയെ നന്മ കൊണ്ട് പ്രതിരോധിക്കണം. നന്മയിൽ പരസ്പരം സഹകരിക്കണം. തിന്മയിൽ സഹകരിക്കരുത്. കുടുംബ ബന്ധങ്ങളെ നിങ്ങൾ സൂക്ഷിക്കുക. നീതി പ്രവർത്തിക്കണം. വിധി കൽപ്പിക്കുമ്പോൾ നീതി അനുസരിച്ച് വിധിക്കണം. ആരോടും അനീതി ചെയ്യരുത്. അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിക്കരുത്. സത്യവും അസത്യവും കൂട്ടിക്കലർത്തരുത്. വഞ്ചകർക്ക് കൂട്ടുനിൽക്കരുത്. സത്യത്തിൽ നിന്ന് വ്യതിചലിക്കരുത്. പിശുക്ക് അരുത്. അന്യന്റെ ധനം അന്യായമായി തിന്നരുത്. അനാഥകളുടെ ധനം അപഹരിക്കരുത്. ധനം ധൂർത്തടിക്കരുത്. ലഹരി ഉപയോഗിക്കരുത്. സത്യത്തിന് സാക്ഷി പറയാൻ മടിക്കരുത്. കൈക്കൂലി അരുത്. പലിശ അരുത്. വ്യഭിചാരത്തെ സമീപിക്കരുത്. കൊലപാതകം അരുത്. ചൂത് കളിക്കരുത്. മറ്റുള്ളവർക്ക് പാഠം ആകും വിധം കുറ്റവാളികളെ ശിക്ഷിക്കണം. ഊഹങ്ങൾ അധികവും കളവാണ്. ഊഹങ്ങൾ വെടിയണം. ദൈവഭക്തനാണ് നിങ്ങളിൽ ശ്രേഷ്ഠൻ. ശവം, രക്തം, പന്നിമാംസം എന്നിവ നിഷിദ്ധമാണ്. ഭാഗ്യപരീക്ഷണങ്ങൾ അരുത്. ഭൂമിയിൽ കുഴപ്പം ഉണ്ടാക്കരുത്. മനുഷ്യർക്കിടയിൽ ഐക്യത്തിന് ശ്രമിക്കണം. നിങ്ങൾ പരസ്പരം ഭിന്നിക്കരുത്. ഉച്ചനീതിത്വ ബോധം ഉണ്ടാകരുത്. തിന്നുക കുടിക്കുക അധികമാകരുത്. കാര്യങ്ങൾ പരസ്പരം കൂടി ആലോചിക്കണം. ഇങ്ങോട്ട് യുദ്ധം ചെയ്താലല്ലാതെ യുദ്ധം അരുത്. യുദ്ധമര്യാദകൾ പാലിക്കണം. യുദ്ധത്തിൽ നിന്ന് പിന്തിരിയരുത്. അഭയാർത്ഥികളെ സഹായിക്കണം, സംരക്ഷിക്കണം. മറ്റുള്ളവരെ കണ്ണടച്ച് അനുകരിക്കരുത്. ഭാര്യാഭർത്താക്കന്മാർ പരസ്പരം തെറ്റുകുറ്റങ്ങൾ വെളിപ്പെടുത്തരുത്. സന്യാസം അരുത്. നഗ്നത മറക്കണം. ശുദ്ധി, വൃത്തി സൂക്ഷിക്കണം. കോപം അടക്കി നിർത്തണം. സമ്മതം കൂടാതെ അന്യരുടെ വീട്ടിൽ പ്രവേശിക്കരുത്. രക്തബന്ധമുള്ളവർ തമ്മിൽ വിവാഹം അരുത്. മാതാക്കൾ മക്കൾക്ക് പൂർണ്ണമായി മുലയൂട്ടണം. മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണം. സ്ത്രീകൾക്കും സ്വത്തവകാശമുണ്ട്. മാതാപിതാക്കളുടെ സ്വകാര്യ മുറിയിൽ അനുവാദമില്ലാതെ പ്രവേശിക്കരുത്. കടം വാങ്ങുന്നതും കൊടുക്കുന്നതും എഴുതി വെക്കണം. കടം വീട്ടുവാൻ ബുദ്ധിമുട്ടുന്നുവെങ്കിൽ വിഷമിപ്പിക്കരുത്.
പ്രകടിപ്പിക്കരുത്. ഭൂരിപക്ഷം സത്യത്തിന് മാനദണ്ഡമല്ല. സ്ത്രീകൾ മാന്യമായി ഒതുക്കത്തോടെ കഴിയണം. മരണപ്പെട്ടവന്റെ സ്വത്ത് കുടുംബാംഗങ്ങൾക്ക് അനന്തരം നൽകണം. മാതാപിതാക്കളോട് മുഖം ചുളിച്ച് സംസാരിക്കരുത്. കഷ്ടപ്പാടുകളിലും വിഷമതകളിലും ക്ഷമ കൈക്കൊള്ളണം. കുടുംബത്തിന്റെ നേതൃത്വം പുരുഷന് നൽകണം. ആർത്തവകാലത്ത് ലൈംഗിക സമ്പർക്കം അരുത്. പ്രപഞ്ചത്തിലെ അത്ഭുതങ്ങളെക്കുറിച്ച് ചിന്തിക്കണം. വിജ്ഞാനം നേടുന്നവർക്ക് ഉന്നത പദവി നൽകും. ഭരണാധികാരികളെ പ്രാപ്തി നോക്കി തിരഞ്ഞെടുക്കണം. ആരാധനാലയങ്ങളിൽ നിന്ന് ആളുകളെ തടയരുത്. മറ്റു മതസ്ഥരുടെ ആരാധ്യ വസ്തുക്കളെ നിന്ദിക്കരുത്. എല്ലാ പ്രവാചകരെയും അംഗീകരിക്കണം. സത്യത്തിലേക്ക് ക്ഷണിക്കുന്നത് സതുപദേശത്തോടു കൂടി ആവണം. ആരാധനാ വേളയിൽ നല്ല വസ്ത്രം അണിയണം. മതത്തിൽ നിർബന്ധിക്കാൻ പാടില്ല. ഒരാൾക്ക് കഴിയാത്തത് അയാളെ നിർബന്ധിക്കരുത്. സ്ത്രീ ആയാലും പുരുഷനായാലും കർമ്മങ്ങൾക്ക് തുല്യ പ്രതിഫലം ഉണ്ട്. അനാചാരങ്ങൾക്കെതിരെ പോരാടണം. വർഗീയത അരുത്. ദൈവത്തോട് മാത്രം പ്രാർത്ഥിക്കുന്നവന് നിർഭയത്വം നൽകും. ദൈവം കാരുണ്യവാനാണ്. അവനോട് പാപമോചനം തേടുക. ദൈവം എല്ലാ പാപങ്ങളും ഒന്നിച്ച് മാപ്പ് ചെയ്യുന്നവനാകുന്നു. 100-ാമത്തെ വാചകം. ദൈവകാരുണ്യത്തെ കുറിച്ച് നിരാശരാകരുത്. കേട്ടല്ലോ. അപ്പോൾ ഇവിടെ വളരെ കൃത്യമായിട്ട് ഇദ്ദേഹം ഒരു വാക്കാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മൾ വളരെ കൃത്യമായിട്ട് 100 വാക്കുകൾ പറയുകയുണ്ടായി. ഇനി ഈ ചോദ്യം ചോദിച്ച മൈത്രേയൻ എന്ന സുഹൃത്തിനോട് എനിക്ക് പറയാനുള്ളത്, ഈ 100 വാക്യങ്ങളല്ല, ഖുർആനിനകത്ത് 6600 ചില്ലാനും വാചകങ്ങളുണ്ട്. അതിന്റെ എല്ലാം തന്നെ അന്തസത്ത എന്ന് പറയുന്നത് മനുഷ്യ നന്മയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ്, മനുഷ്യന്റെ ഉന്നമനത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. അത് വായിച്ച് മനസ്സിലാക്കാൻ കഴിയണം. അല്ലാതെ അത് വരികൾക്കിടയിൽ വായിച്ചു പോയാൽ നിങ്ങൾക്ക് മനസ്സിലാവുകയില്ല. ആ വിഷയത്തിലേക്ക് വരും മുൻപ് ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. മിസ്റ്റർ മൈത്രേയൻ, നിങ്ങളെ കുറിച്ചിട്ട് ഖുർആനിലൊരു വാക്യം പറഞ്ഞിട്ടുണ്ട്. മിസ്റ്റർ മൈത്രേയനെ കുറിച്ചിട്ട് ഖുർആനിലൊരു വാക്യം പറഞ്ഞിട്ടുണ്ട്. അതെവിടെയാണെന്ന് അറിയാമോ? നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കുക. 3-ാമത്തെ ചാപ്റ്ററിൽ 54-ാമത്തെ വാചകം. അതിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, വമക്കറു വമക്കറല്ലാഹ് വല്ലാഹു ഖൈറുൽ മാക്കിരീൻ. അവർ തന്ത്രം പ്രയോഗിച്ചു, അള്ളാഹുവും തന്ത്രം പ്രയോഗിച്ചു. തന്ത്രം പ്രയോഗിക്കുന്നതിൽ അള്ളാഹുവാണ് ഉത്തമൻ. നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? ഇതാണ് ഞാൻ പറഞ്ഞത്. ഖുർആൻ നിങ്ങൾ വായിക്കേണ്ട രീതിയിൽ, മനസ്സിലാക്കേണ്ട രീതിയിൽ മനസ്സിലാക്കണം. അത് എല്ലാവർക്കും കഴിയുകയില്ല. ഖുർആൻ വായിച്ച് അതിന് അർത്ഥം മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ, അതിന്റെ അന്തസത്ത മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ ഫുർഖാൻ ലഭിച്ചിരിക്കണം. അപ്പോൾ മിസ്റ്റർ മൈത്രേയന് ഫുർഖാൻ എന്താണെന്ന് അറിയാമോ? അതിൽ അല്ലാഹു പറഞ്ഞിരിക്കുന്നത് ഖുർആനിൽ ഇങ്ങനെയാണ്: യാ അയ്യുഹല്ലദീന ആമനൂ, ഹേ സത്യവിശ്വാസികളെ, ഇൻ തത്തഖുല്ലാഹ, നിങ്ങൾ അള്ളാഹുവിനെ ഭയപ്പെടുകയാണെങ്കിൽ, അള്ളാഹുവിനെ സൂക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ, യജ്അൽ ലക്കും ഫുർഖാൻ, ഞാൻ നിങ്ങൾക്ക് ഫുർഖാൻ കൊണ്ടുവന്ന് തരും. യാ അയ്യുഹല്ലദീന ആമനൂ ഇൻ തത്തഖുല്ലാഹ യജ്അൽ ലക്കും ഫുർഖാനം വയുകഫിർ അൻകും സയ്യിആതികും വയഗ്ഫിർ ലക്കും വല്ലാഹു ദുൽ ഫദ്ലിൽ അസീം. അപ്പോൾ നിങ്ങൾ അള്ളാഹുവിനെ ഭയപ്പെടുകയാണെന്നുണ്ടെങ്കിൽ അള്ളാഹ് നിങ്ങൾക്ക് ഫുർഖാൻ തരും, നിങ്ങൾ തെറ്റുകൾ മായ്ച്ചു കളയും. അപ്പോൾ ഈ ഫുർഖാൻ എന്ന് പറയുന്നത് സത്യവും അസത്യവും വിവേചിച്ചറിയാനുള്ള കഴിവ്. ആ കഴിവ് ലഭിക്കണമെന്നുണ്ടെങ്കിൽ ഫുർഖാൻ വേണം. അപ്പോൾ മൈത്രേയനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ഫുർഖാൻ ലഭിക്കാത്തത് കൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാവില്ല. ഖുർആൻ മനസ്സിലാകാൻ വളരെ പ്രയാസമാണ്. ഇപ്പോൾ ഞാൻ നിങ്ങളെ കുറിച്ചിട്ടൊരു ആയത്തുണ്ടെന്ന് പറഞ്ഞല്ലോ, ആ ആയത്ത് ഞാൻ നിങ്ങൾക്ക് ഓതി കേൾപ്പിക്കുകയും ചെയ്തു. വമക്കറു വമക്കറല്ലാഹ് വല്ലാഹു ഖൈറുൽ മാക്കിരീൻ. അവർ തന്ത്രം പ്രയോഗിച്ചു. ആര് തന്ത്രം പ്രയോഗിച്ചു? സത്യനിഷേധികൾ തന്ത്രം പ്രയോഗിച്ചു. അള്ളാഹുവും തന്ത്രം പ്രയോഗിച്ചു. തന്ത്രം പ്രയോഗിക്കുന്നതിൽ അള്ളാഹുവാണ് ഉത്തമൻ. ഇവിടെ എന്താണ് അള്ളാഹുവിന്റെ തന്ത്രം? നിങ്ങളെ കൊണ്ട് ഇങ്ങനെ പറയിപ്പിച്ചു. ഖുർആനിൽ ഒരു വാക്കുണ്ടോ മനുഷ്യന് ഉപകാരപ്പെടുന്ന, നന്മ ചെയ്യുന്ന ഒരു വാക്കുണ്ടോ എന്ന് പറയിപ്പിച്ചതാരാണ്? അള്ളാഹ് പറയിപ്പിച്ചതാണ്. അതാണ് അള്ളാഹിന്റെ തന്ത്രം. അങ്ങനെ നിങ്ങളത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അത് എന്റെ ശ്രദ്ധയിൽപ്പെടുത്തി, മറ്റ് പല ഉസ്താദുമാരുടെ ശ്രദ്ധയിലും പെടുത്തി. അവരൊക്കെ അതിന് മറുപടി പറഞ്ഞു. ഇപ്പൊ കഴിഞ്ഞ ദിവസം റഫീഖ് സലഫി എന്ന് പറയുന്ന ഉസ്താദ് വളരെ തന്മയത്വത്തോടു കൂടിയിട്ട് മാതാപിതാക്കളെ എങ്ങനെ ബഹുമാനിക്കണം എന്നുള്ള ഒരൊറ്റ ആയത്ത് ഈ മൈത്രേയനെതിരെ സംസാരിച്ചിട്ടുണ്ട്. ഒരുപാട് ഉസ്താദുമാർ സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ അള്ളാഹാണ് ഈ തന്ത്രം പ്രയോഗിച്ചിരിക്കുന്നത്. നിങ്ങളെ കൊണ്ട് ഈ ഒരു ചോദ്യം ചോദിപ്പിച്ചു. അപ്പോൾ ഞാനിപ്പോ 100 ആയത്തുകളുമായി വന്നു. ചുരുങ്ങിയത് മിനിമം ഒരു 1000 ആളുകളെങ്കിലും ഈ ഖുർആനിലുള്ള നന്മകൾ അവർക്ക് വായിക്കാനും മനസ്സിലാക്കാനും കഴിയും. അപ്പോൾ മിസ്റ്റർ മൈത്രേയൻ ഖുർആനിലൊരു വാക്യം പോലും നല്ലതില്ല എന്ന് പറഞ്ഞുകൊണ്ട് അടുത്തതായിട്ട് നിങ്ങൾ പറയുന്നത് എന്താണ്? ഖുർആനിൽ എന്താ ഉള്ളത്? നമസ്കാരം. നമസ്കരിക്കാനാണ് ഖുർആൻ പറയുന്നത്. നിസ്കരിക്കാനും നമസ്കരിപ്പിക്കാനും പഠിപ്പിക്കുന്നതല്ലേ ഖുർആൻ? അതിനകത്തൊക്കെ ജാതി സമ്പ്രദായങ്ങളെ മേലിൽ പഠിപ്പിക്കാനും മേളിലുള്ളവരെ നിസ്കരിക്കാനും നമസ്കരിപ്പിക്കാനും പഠിപ്പിക്കുന്നതല്ലേ ഖുർആൻ?
നമസ്കാരം എന്താണ്, നമസ്കരിക്കുന്നത് കൊണ്ട് ഒരു മുസ്ലിമിനുണ്ടാകുന്ന പ്രയോജനം എന്താണ്, നമസ്കാരം വിട്ടുകളയുന്നത് കൊണ്ടുള്ള നഷ്ടങ്ങൾ എന്താണ്, നമസ്കാരത്തിൻ്റെ അന്തസത്ത എന്താണ് എന്നുള്ളത് അടുത്ത വീഡിയോയിൽ അത് പ്രക്ഷേപണം ചെയ്യുന്നതായിരിക്കും. വീഡിയോ ലെങ്ത് കൂടുന്നത് കൊണ്ട് ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ആക്കുകയാണ്. അപ്പോൾ നമസ്കാരത്തെ സംബന്ധിക്കുന്ന അടുത്ത വീഡിയോ നിങ്ങൾ കാണുക. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ സംസാരം ഇവിടെ സംഹരിക്കുന്നു. സോ താങ്ക് യു ഫോർ വാച്ചിങ്. അസ്സലാമു അലൈക്കും.